യോഗ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള സഹപ്രവർത്തകരെ, സ്നേഹിതരെ, ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് എന്റെ നാട്ടിൽ തിരുവല്ലയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. തിരുവല്ല മാത്രമല്ല, അന്ന് കാസർഗോഡ്, തലശ്ശേരി, തിരുവല്ല, പാറശാല 4 മണ്ഡലങ്ങളിൽ 4ഇടത്തും അന്നത്തെ രൂപമായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചു. ഈ കാലഘട്ടത്തിനിടയിൽ നിരവധി ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രവർത്തിക്കാൻ പോയിട്ടുണ്ട്. 2025 നിലമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവെൻഷനിൽ കാണുന്ന ആവേശം, ഇത്രമാത്രം ആവേശം എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം കാണുകയാണ്. എം സ്വരാജിന്റെ വിജയം ഉറക്കെ പ്രഖ്യാപിക്കുന്ന കൺവെൻഷൻ. ഇത് തുടങ്ങിയതല്ല, ഇന്നലെ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചപ്പോൾ മുതൽ എങ്ങനെയാണ് ഈ നാട് ഒരു സ്ഥാനാർത്ഥിയെ നെഞ്ചിലേറ്റുന്നത് എന്നത് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2016 മുതലുള്ള കാലഘട്ടത്തിൽ 5 വർഷക്കാലം ശ്രീ സ്വരാജ് ഞങ്ങളോടൊപ്പം നിയമസഭയിൽ ഉണ്ടായിരുന്നു. സ്പീക്കറായിരുന്ന ശ്രീ രാമകൃഷ്ണൻ ഇപ്പോ വേദി വിട്ടുപോയി എന്ന് തോന്നുന്നു. ഞങ്ങൾ പ്രായമുള്ള ആളുകൾ പോലും വന്ന് കാതോർത്ത് നിൽക്കുന്ന പ്രസംഗങ്ങളിൽ ഒന്ന് ശ്രീ എം സ്വരാജിന്റെ പ്രസംഗമായിരുന്നു. നിലപാടുകൾ വളരെ വ്യക്തമായി അവതരിപ്പിക്കുവാൻ, മായം ചേർക്കാതെ വ്യക്തമായ നിലപാടുകൾ തന്റെ രാഷ്ട്രീയ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് അവതരിപ്പിക്കുവാൻ നിയമസഭയ്ക്കകത്തും പുറത്തും തന്റെ ഇടത്തോടി പറയുവാനുള്ള പ്രത്യേകമായ സിദ്ധിയുടെ ഉടമയാണ് ശ്രീ എം സ്വരാജ് എന്ന് ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നീതിയുക്തമായ ഒരു ലോകക്രമത്തിനു വേണ്ടി, സമത്വത്തിൽ അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വേണ്ടി, യുദ്ധത്തിനെതിരെ എല്ലാ മനുഷ്യരെയും തുല്യരായി കാണുന്ന, എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്ന മനുഷ്യ മഹത്വബോധത്തിന്റെ ഒരു ഉജ്ജ്വല വാഗ്മിയായി അദ്ദേഹം അവതരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അനുഭവമുണ്ട്. അതുകൊണ്ടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ സ്വരാജിന്റെ, അതുകൊണ്ട് മാത്രമല്ല, അതുകൊണ്ടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഈ വിജയം നമുക്ക് ഉറപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഭാഗത്ത് നിന്ന് കുറച്ചു ദിവസമായി കേൾക്കുന്ന ഒരു പദമാണ്, എനിക്കേറെ പരിചയമില്ലാത്തൊരു പദം. ഞാനപ്പോ നെറ്റിലൊന്ന് തപ്പി നോക്കിയതാ. ഒരു മുൻ ജനപ്രതിനിധി ഉപയോഗിക്കുന്ന ഒരു വാക്ക്, പിണറായിസം. ഞാൻ കമ്മ്യൂണിസം എന്ന് കേട്ടിട്ടുണ്ട്, സോഷ്യലിസം എന്ന് കേട്ടിട്ടുണ്ട്, മാർക്സിസം എന്ന് കേട്ടിട്ടുണ്ട്, ക്യാപിറ്റലിസവും കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ പിണറായിസം എന്ന് ഞാൻ നെറ്റിൽ, നമ്മുടെ നിർമ്മിത ബുദ്ധി ഉണ്ടല്ലോ, അതൊന്ന് പരിധി നോക്കി. അപ്പൊ പറഞ്ഞു, അങ്ങനെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പേരല്ല. എന്നാൽ ഇപ്പൊ ചില കേന്ദ്രങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം, ഒന്നാമത്തെ ഘടകം, ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് രൂപപ്പെട്ടു വന്നിരിക്കുന്ന ഒരു വാക്കാണ്. ഒന്ന്, ഇടതുപക്ഷ ചായ്വുള്ള നിലപാടുകൾ, നയങ്ങൾ. 2, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം. കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്, വികസനത്തിന്റെ കേരള മാതൃക പലതുണ്ട് ഇങ്ങോട്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അടക്കം, നമ്മുടെ പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനം അടക്കം, കിഫ്ബി അടക്കം, ആദ്യമടക്കം എല്ലാ കാര്യങ്ങളും ചേർത്ത് വേണമെങ്കിൽ പിണറായിസം എന്ന് പറയാം എന്ന് പറയുമ്പോ എത്ര പോസിറ്റീവായുള്ളൊരു വാക്കാണ് അത്. ഈ നാട്ടിലെ ജനങ്ങൾ, ഈ നാട്, മറ്റൊരു വാക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്. ബഹുമാന്യായ ഗോവിന്ദൻ മാഷ് ഇവിടെ പ്രഖ്യാപിച്ചു, നവകേരള നിർമ്മിതി. അതിന് ചില ദോഷൈക ദൃക്കുകൾ കളിയാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന വാക്കായിരിക്കാം, പക്ഷേ അത് നവകേരള നിർമ്മിതിയാണ് എന്ന് നിർമ്മിത ബുദ്ധിയുടെ നിഘണ്ടുവിൽ പോലും വന്നെത്തിയിരിക്കുകയാണ്. കേരളം ഈ 9 കൊല്ലം കൊണ്ടുണ്ടാക്കിയെടുത്ത നേട്ടം ഇവിടെ ബഹുമാന്റെ മുഖ്യമന്ത്രി എന്നെ വിവരിച്ചു കഴിഞ്ഞു. തകർന്നടിഞ്ഞുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനത്ത് നമ്മുടെ വികസന മേഖല, നമ്മുടെ നിർമ്മാണ മേഖലയടക്കം, നമ്മുടെ വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, സമസ്ത മേഖലകളും അപജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ 2016 അധികാരത്തിൽ വന്ന് 2021 ഭരണം തുടരുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റ് ഈ സംസ്ഥാനത്ത് കൊണ്ടുവന്ന നേട്ടങ്ങൾക്ക് നൽകുന്ന
അംഗീകാരമായിരിക്കണം 2025 നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം. ഇവിടെ എന്റെ സ്നേഹിതൻ ജോസ് കെ മാണി സൂചിപ്പിച്ചു, നിലമ്പൂരിലെ ജനങ്ങൾ ഭാഗ്യമുള്ളവരാണ്. 2026 കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണത്തിന്റെ ശങ്കുലി മുഴക്കുവാനുള്ള അധികാരവും അവകാശവും കിട്ടിയിരിക്കുന്നത് നിലമ്പൂരിലെ ജനങ്ങൾക്കാണ്. ഈ നാടിനെ അറിയുന്ന, നാട്ടാരുടെ പ്രശ്നങ്ങൾ അറിയുന്ന ഒരു സ്ഥാനാർത്ഥി കൂടി വന്നിരിക്കുന്നു. വളരെ വ്യക്തമായ കാഴ്ചപ്പാടുള്ളൊരു മുന്നണി, രാഷ്ട്രീയ നിലപാടുള്ളൊരു മുന്നണി, വർഗീയ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ വികസന രംഗത്ത്, പശ്ചാത്തല വികസന രംഗത്തടക്കം വലിയ നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ വേണ്ടി വലിയ പ്രതിസന്ധികളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഇടയിൽ നൂതനമായ പദ്ധതികളും പന്താവുകളും കണ്ടെത്തി അതിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണി. 2016 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ നാടിന്റെ സ്ഥിതി? 2016 ശേഷമുണ്ടായ ഏറ്റവും പ്രതികൂല സാഹചര്യങ്ങളുടെ സൂചിപ്പിച്ചു. ഓക്കി, നിപ്പ, വെള്ളപ്പൊക്കം. ഞാൻ ഓർമ്മിക്കുന്നതിന്റെ ഞാൻ അതോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒത്തിരി നിരവധി നേതാക്കൾ പ്രസംഗിക്കാനുണ്ടല്ലോ. ഞങ്ങളുടെ നാട്ടിൽ രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിച്ച ഒരു മഹാപുരോഹിതനുണ്ട്, ക്രിസോസ്റ്റം മാർത്തോമ്മ മെത്രാപ്പോലീത്ത തിരുമേനിന. അദ്ദേഹം റിട്ടയർ ചെയ്തു. 103-ാമത്തെ വയസ്സിലാണ് 2021 മരണപ്പെട്ടത്. വെള്ളപ്പൊക്ക കാലത്ത് അദ്ദേഹം താമസിച്ചിരുന്നത് പമ്പയുടെ നദിക്കരയിലാണ്. ഞങ്ങൾ അവിടെ നിന്ന് അദ്ദേഹത്തെ മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ ചെല്ലുമ്പോൾ അവിടെ വെള്ളം കയറി വരികയാണ് അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത്. അപ്പൊ ടിവിയിലൂടെ അദ്ദേഹം കേരളത്തിലെ നടത്തിക്കൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനം കണ്ടുകൊണ്ടിരിക്കുക. അദ്ദേഹം അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർക്ക് ദൈവവിശ്വാസമുണ്ടോ എന്ന് എനിക്കറിയില്ല, കമ്മ്യൂണിസ്റ്റുകാർ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ദൈവത്തിന് കമ്മ്യൂണിസ്റ്റുകാരെ സമ്പൂർണമായ വിശ്വാസമാണ്. അതുകൊണ്ടാണ് പിണറായി വിജയനെ ഈ ആപൽഘട്ടത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കി വെച്ചിരിക്കുന്നത്. പറഞ്ഞത് ക്രിസോസ്റ്റം തിരുമേനി, നമ്മുടെ ബിനോയ് വിശ്വത്തിന്റെ ഒക്കെ സുഹൃത്തായിരുന്നു കാര്യം ചെയ്ത തിരുമേനി. അപ്പൊ ഈ നാടിനുണ്ടായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടി ആ കാലത്ത് അടിപതറാതെ ഒരു ജനതയെ ചേർത്ത് പിടിച്ച് കക്ഷി രാഷ്ട്രീയം നോക്കാതെ വിഭാഗീയതയില്ലാതെ എല്ലാ പ്രതിസന്ധികളെയും, കേന്ദ്രത്തിന്റെ അവഗണനയും പ്രതിപക്ഷത്തിന്റെ നിസ്സഹകരണവും ഒക്കെ ഉണ്ടാകുമ്പോൾ പോലും ഈ നാടിനെ കൈവിടില്ല എന്ന് ധീരമായ നിലപാടെടുത്ത ഒരു ഗവൺമെന്റും ഒരു മുഖ്യമന്ത്രിയും 2ാം ഊഴം പൂർത്തിയാക്കുമ്പോൾ 3ാം ഊഴത്തിലേക്ക് ഞങ്ങൾ ഇതാ വഴി തുറക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുന്ന ദിവസമാണ് ജൂൺ മാസം 19-ാം തീയതി. 23-ാം തീയതി നമുക്ക് ആ വിജയം ആഘോഷിക്കാം, അന്ന് ഒരുമിച്ച് നിൽക്കാം എന്ന് മാത്രം, ആ ദിവസം നമുക്ക് ഒരുമിച്ച് കാണാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം.